शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रव संयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീമദ് ഭാഗവതം അവലോകനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അവലോകനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതം എത്ര സ്കന്ധങ്ങളാണ്, ഓരോ സ്കന്ധങ്ങളും ഭഗവാന്റെ ഏതേതു ശരീരഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രഥമ സ്കന്ധത്തിലേക്ക് വന്നു. പ്രഥമ സ്കന്ധത്തിലുള്ള അധ്യായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആദ്യത്തെ അധ്യായം ചർച്ച ചെയ്തു. ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ള അധ്യായം. ആ അധ്യായത്തിൽ നമ്മൾ ആദ്യം കണ്ടത് പരമപുരുഷനെ കുറിച്ചുള്ള ശ്ലോകമാണ്. പരമപുരുഷനെ നിർവചിക്കുന്ന ശ്ലോകമാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്ന ശ്ലോകം ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യതോ അന്യാദ് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദാ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോവാരി യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സുധാമ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമമായിട്ടുള്ള സത്യം ഭഗവാൻ വാസുദേവൻ തന്നെയാണ് എന്ന് വർണ്ണിക്കുന്ന ശ്ലോകമാണ് ആദ്യം ശ്രീമദ് ഭാഗവതം ആരംഭത്തിൽ തന്നെ. പിന്നീട് രണ്ടാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞു. ഭഗവാൻ വ്യാസദേവൻ തന്നെ രചിച്ചിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശുകദേവ് ബ്രഹ്മർഷിയാൽ നമ്മൾക്ക് ലഭിച്ചു. ആ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ശൗനകാദി മഹർഷിമാരുടെ നൈമിഷാരണ്യത്തിൽ ഒത്തുചേർന്നിട്ടുള്ള ശൗനകാദി മഹർഷിമാരുടെ 6 ചോദ്യങ്ങളിലാണ്. ആ 6 ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ 6 ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉന്നതമായ ശ്രേയസ് എന്താണ്? യെസ്,
കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകത. എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്? ഭഗവാൻ എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്? ദേവകി ദേവന്മാർക്ക് കൃഷ്ണനായി പിറന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ജനിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ്? മൂന്നാമത്തെ ചോദ്യം അല്ലെ? അതെ. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വീരസാഹസ കൃത്യങ്ങളെ ശ്രവിക്കാൻ വ്യഗ്രതരായിരിക്കുന്ന ഞങ്ങൾക്ക് അതൊക്കെ വീരസാഹസ കൃത്യങ്ങളൊക്കെ വർണ്ണിച്ചു തരണം എന്നുള്ളതായിരുന്നു നാലാമത്തെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളിൽ ചെയ്തിട്ടുള്ള വീരസാഹസിക കൃത്യങ്ങൾ എന്തെല്ലാമാണ് അത് വർണ്ണിച്ചു തരിക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അഞ്ചാമത്തത് എന്തായിരുന്നു? ഭഗവാന്റെ മംഗളകരമായ ലീലകൾ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മംഗളകരമായിട്ടുള്ള ലീലകൾ വർണ്ണിക്കുക, അതാണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം, ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ചുപോയ സമയത്ത്, സുധാമ പ്രവേശം ചെയ്ത സമയത്ത് ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിട്ടുള്ളത്? ഇതാണ് ആറാമത്തെ ചോദ്യം. ഇങ്ങനെ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം നമ്മൾ കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ സൂത ഗോസ്വാമി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിച്ചു. മറുപടി പറയുന്നതിന് മുന്നേ സൂത ഗോസ്വാമി തനിക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തന്നിട്ടുള്ള സൂത ഗോസ്വാമിയെ പ്രണമിക്കുന്നു. അതേപോലെ ഭഗവാൻ നാരായണനെ പ്രണമിക്കുന്നു. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഭഗവാൻ നാരായണനെ സ്തുതിക്കുന്നു, നരനാരായണ മഹർഷിമാരെ സ്തുതിക്കുന്നു, അതേപോലെ വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെ സ്തുതിക്കുന്നു. അതിനുശേഷം ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ള വ്യാസദേവനെ സ്തുതിക്കുന്നു. അതിനുശേഷമാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആണ്. മുനേ സാധുപൃഷ്ടോഹം, ഈ മുനിമാർ ചോദിച്ചിട്ടുള്ള, ശൗനകാദി മഹർഷിമാർ ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ സാധുവാണ്, പെർഫെക്റ്റ് ആണ്. ഇത് എല്ലാവർക്കും മംഗളകരമാണ്, സർവ്വലോകത്തിനും മംഗളകരമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അവരെ അഭിനന്ദിച്ചുകൊണ്ട്, ആ ചോദ്യത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് സൂത ഗോസ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. അതിൽ ആറാമത്തെ ശ്ലോകം, രണ്ടാമത്തെ അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾക്ക് കാണാൻ സാധിക്കും. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ശ്രേയസ് എന്താണ്? ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള കർത്തവ്യം അല്ലെങ്കിൽ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ആ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? യഥോ ഭക്തിർ അധോക്ഷജേ. അധോക്ഷജനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭക്തിയുത സേവനം ചെയ്യുക. എങ്ങനെയുള്ള ഭക്തിയുത സേവനം ചെയ്യുക? അഹൈതുകി അപ്രതിഹത, യാതൊരു കാരണവുമില്ലാതെ, യാതൊന്നും ആഗ്രഹിക്കാതെ സ്വാഭാവികമായിട്ടുള്ള ഭക്തി ചെയ്യുക. അതാണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേട്ടം, അല്ലെങ്കിൽ സാക്ഷാത്കാരം, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയും. അങ്ങനെ ആ പരമമായിട്ടുള്ള ധർമ്മം നിർവഹിച്ചാലുണ്ടാവുന്ന നേട്ടത്തിനെ കുറിച്ചും ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യയാത്മാ സുപ്രസീദതി. നമ്മൾ ഭഗവാന് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവാത്മാവ്
അല്ലെങ്കിൽ നമ്മൾ സ്വയം പൂർണ്ണമായിട്ടും തൃപ്തരായിട്ട് മാറും. സുപ്രസീദതി, നമ്മൾക്ക് വലിയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഭക്തിയാണ് ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം. ആ പരമമായിട്ടുള്ള ധർമ്മം എങ്ങനെ നിർവഹിക്കണം? അഹൈതുകി അപ്രതിഹത, യാതൊരു കാരണവും ഇല്ലാതെ, യാതൊരു നേട്ടത്തിനും വേണ്ടി അല്ലാതെ, ഭൗതികമായിട്ടുള്ള യാതൊരു നിബന്ധനകളും ഇല്ലാതെ, അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി, അങ്ങനെ നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് തൃപ്തി ഉണ്ടാകും. നമ്മൾക്ക് സന്തോഷം, സന്തുഷ്ടി, ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയും. പിന്നീട് രണ്ടാമത്തെ ചോദ്യം വേദങ്ങളുടെ സാരം എന്താണ് എന്നുള്ളതാണ്. ആ വേദങ്ങളുടെ സാരം എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ഭഗവാൻ വാസുദേവന് ഭക്തി ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എല്ലാ വേദജ്ഞാനവും വെളിപ്പെട്ടു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ വേദങ്ങളുടെ ഒക്കെ ഉദ്ദേശം ഭഗവാന്റെ ഭക്തി ചെയ്യുക എന്നുള്ളതാണ്. ആ ഭക്തി ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾക്ക് വേദവിജ്ഞാനമെല്ലാം വെളിപ്പെട്ടു വരും. ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ജ്ഞാനവും ഉണ്ടാകും, വൈരാഗ്യവും ഉണ്ടാകും. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നുള്ള മുക്തി, വിരക്തി ഉണ്ടാകും. ഇതാണ് വേദത്തിന്റെ ലക്ഷ്യം. വേദങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. എല്ലാ വേദങ്ങൾ പഠിക്കുന്നതിലൂടെയും നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യും. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ വാസുദേവന്റെ ഭക്തിയിലേക്ക് നയിക്കുന്നതാണ് എല്ലാ വൈദിക സൂക്തങ്ങളും, എല്ലാ വൈദിക ആചാരങ്ങളും. നമ്മൾ അവസാനം എത്തിക്കുന്നത് എവിടെയാണ്? ഭഗവാൻ വാസുദേവന്റെ ഭക്തിയിലാണ്. അപ്പൊ വേദങ്ങളുടെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ് വേദങ്ങളുടെ സാരം. വേദങ്ങളെല്ലാം പഠിച്ചിട്ടും നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വേദങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രമ ഏവഹി കേവലം എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ധർമ്മസ്വാനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസൂയ നോത്പാദയേ യതി രതിം ശ്രമ ഏവഹി കേവലം. വേദങ്ങളെല്ലാം പഠിച്ചിട്ടും അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള കർത്തവ്യങ്ങളെല്ലാം ചെയ്തിട്ടും അവസാനം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അതുവരെ ചെയ്ത വേദപഠനവും ധാർമ്മിക കർമ്മങ്ങളും എല്ലാം എന്താണ്? പാഴായി പോകും എന്നാണ് പറയുന്നത്. ശ്രമ ഏവഹി കേവലം. അപ്പൊ വേദങ്ങളുടെ സാരം ഭഗവാന്റെ ഭക്തിയിൽ എത്തുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഭക്തി നമ്മൾ ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെയ്യരുത് എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് മറ്റൊരു നേട്ടത്തിനും വേണ്ടിയല്ല, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഭക്തി ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 13ാമത്തെ ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥയിലെ നിയമങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയും, മറ്റൊരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. സാധാരണഗതിയിൽ നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥ അല്ലെങ്കിൽ വൈദിക ആചാരങ്ങൾ പാലിക്കുന്നത് 4 പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പക്ഷെ യഥാർത്ഥത്തിൽ വേദപഠനത്തിന്റെയോ അല്ലെങ്കിൽ വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കുന്നതിൻ്റെയോ യഥാർത്ഥ ഉദ്ദേശം അതല്ല എന്നിവിടെ പറയുന്നു. അതപുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. വർണ്ണാശ്രമ വ്യവസ്ഥയിലെ നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെയും വേദങ്ങൾ പഠിക്കുന്നതിൻ്റെയും എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്താണ്? സംസിദ്ധിർ ഹരിതോഷണം, ഹരിയെ തോഷിപ്പിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക. അതാണ് എല്ലാ കർത്തവ്യങ്ങളുടെയും ഉദ്ദേശം എന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സംസിദ്ധിർ ഹരിതോഷണം. അതുകൊണ്ട് തന്നെ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കർത്തവ്യം ഭക്തി ചെയ്യുക, ഭഗവാന് ഭക്തി ചെയ്യുക
എന്നുള്ളതായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. അതുകൊണ്ട് ഒരു വ്യക്തി എന്ത് വേണം? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഏകാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, തസ്മാത് ഏകേന മനസ ഭഗവാൻ സത്വതാം പതി. സത്വതാൻ പതി എന്നിവിടെ പറയുന്നത് ഭഗവാനെയാണ്. സത്വതന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭക്തന്മാരുടെ യജമാനൻ, ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ശ്രീകൃഷ്ണനെ കുറിച്ച് എന്ത് ചെയ്യണം? ഭക്തിയിലേക്ക് പ്രവേശിക്കണമെന്നുള്ളവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കണമെന്നാണ് പറയുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ് ഭഗവാനെ കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ശ്രോതവ്യ, പിന്നീട് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക. ഭഗവത്ഗീത, ഭാഗവതത്തിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുക, പിന്നീട് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് കീർത്തനം. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. ശ്രവണവും കീർത്തനവും വേണം, കൂടെ എന്ത് വേണം? സ്മരണവും വേണം. നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ടതെല്ലാം ചിന്തിക്കണം. മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ദൈനംദിനമായിട്ടുള്ള കർത്തവ്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ മനസ്സിൽ ആരെക്കുറിച്ചുള്ള ചിന്തകൾ വെക്കാം? മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വെക്കാം എന്നാണ് പറയുന്നത്. ഇത് ഭഗവത്ഗീതയിലും ഭഗവാൻ നേരിട്ട് നിർദ്ദേശിക്കുന്ന കാര്യമാണ്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അർജുന? എല്ലാ സമയത്തും എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമ്മുടെ ചിന്ത ഭഗവാനിലും പ്രവൃത്തികൾ നമ്മുടെ കടമകളിലും ആയിരിക്കണമെന്നാണ് പറയുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. അതേപോലെ ഭഗവാനെ ആരാധിക്കുകയും വേണം. കാരണം ഭഗവാനാണ് ആരാധ്യയോഗ്യനായിട്ടുള്ള വ്യക്തി. ഭഗവാനെ ആരാധിക്കണം എന്നുള്ള കാര്യം ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ധ്യേയ പൂജ്യശ്ച നിത്യത. പൂജിക്കുകയും വേണം. എപ്പോഴെല്ലാം പൂജിക്കണം, എപ്പോഴെല്ലാം ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം, എപ്പോഴെല്ലാം ഭഗവാനെ കുറിച്ച് സ്മരിക്കണം എന്നും പറയുന്നു. നിത്യത, എല്ലായ്പ്പോഴും. അതിന് യാതൊരു സമയത്തിന്റെ പരിമിതിയും ഇല്ല. എപ്പോഴും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാം, എപ്പോഴും ഭഗവാനെ കീർത്തിക്കാം, എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കാം. അതിന് യാതൊരു നിയമനിബന്ധനയുമില്ല. എപ്പോഴും നമ്മൾ ഭഗവാനെ കീർത്തിക്കണം എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, സതതം കീർത്തയന്തോമ. ചൈതന്യ മഹാപ്രഭു പറയുന്നു എന്താണ്? കീർത്തനീയ സദാഹരി. എപ്പോഴും ഹരിയെ കീർത്തിച്ചു കൊണ്ടിരിക്കുക. ആ നിർദ്ദേശമാണ് ഇവിടെ സൂത ഗോസ്വാമിയും ശൗനകാദി മഹർഷിമാർക്ക് നൽകുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കുകയും ചെയ്താൽ എന്താണ് നേട്ടം എന്നുള്ള കാര്യം 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യഥനധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബദ്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോന കുര്യാത് കഥാരഥി. യഥനുധ്യാസിനായുക്ത, ആരാണോ ഭഗവാനെ അനുധ്യാസനം ചെയ്യുന്നത്, എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിക്ക് ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം, നിരന്തരം നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയാണെങ്കിൽ ആ സ്മരണ കൊണ്ട് മാത്രം എന്ത് സംഭവിക്കും? കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി. നമ്മുടെ എല്ലാവിധ ഭൗതിക കർമ്മങ്ങളുടെയും കെട്ടുപാടുകൾ, ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളെല്ലാം ചിന്തന്തി, ഛേദിക്കപ്പെടും. കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് മാത്രം? ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് മാത്രം കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനം ഉണ്ടാകും. അത്രയ്ക്കും ശക്തിയുള്ള ഔഷധമാണ് ഭഗവാനെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള സ്മരണ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല.
മറ്റുള്ള വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഭഗവാനെ നിരന്തരം നമ്മൾക്ക് സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾക്ക് മുക്തി ലഭിക്കും എന്നിവിടെ പറയും. അതാണ് ഭഗവാന്റെ നിരന്തര സ്മരണയുടെ ഫലം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് താല്പര്യപ്പെടാത്തത് എന്നാണ് സൂത ഗോസ്വാമി ചോദിക്കുന്നത്. ബുദ്ധിയുള്ള എല്ലാവരും, കോവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള, കോവിത തസ്യ കോവന കുര്യ കഥാരതി. ബുദ്ധിയുള്ള ആരാണ് ഭഗവാനെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നത്, അല്ലെങ്കിൽ ആരാണ് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യപ്പെടാത്തത്? ബുദ്ധിയുള്ള എല്ലാവരും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യപ്പെടാത്തവരാരായിരിക്കും? അവർ ബുദ്ധി കുറഞ്ഞ ആളുകളായിരിക്കും എന്ന് പറയുന്നു. ബുദ്ധിയുള്ള എല്ലാവരും ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ കീർത്തിക്കാനും ഭഗവാനെ സ്മരിക്കാനും ശ്രമിക്കും. അങ്ങനെ നമ്മൾക്ക് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും, ഭൗതിക ലോകത്തിന്റെ തിരമാലകളിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ സാധിക്കും, മുക്തരായിട്ട് മാറും എന്ന് പറയും. ഭഗവാനെ കുറിച്ച് സ്മരിച്ചാൽ മാത്രം മതി എന്ന് പറയും. പിന്നീട് 16-ാമത്തെ ശ്ലോകം മുതൽ 22-ാമത്തെ ശ്ലോകം വരെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭക്തി സേവനത്തിലുള്ള പടവുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഓരോ സ്റ്റെപ്പുകൾ കയറി പോകുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സംഭവിക്കുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ, ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെ, ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ, ഭഗവാനെ ആരാധന അർപ്പിക്കുന്നതിലൂടെ, ഭഗവാനെ പൂജിക്കുന്നതിലൂടെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, എന്ത് മാറ്റമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്? അതിന്റെ പടവുകളെ കുറിച്ചാണ് ഇവിടെ 16 മുതൽ 22 വരെ ഉള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ 16-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാൻമഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിശ്ചേവണ. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകണമെങ്കിൽ വാസുദേവ കഥാരുചി എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യത്തിന് എന്താണ് പറയുന്നത്? വാസുദേവനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം, അഭിരുചി. അത് അനേകം താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾക്ക് ആ താല്പര്യം ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സ്യാൻമഹത് സേവയാ വിപ്ര. അതിനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാകണമെങ്കിൽ വാസുദേവ കഥാരുചി അല്ലെ. സാധാരണഗതിയിൽ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കേൾക്കാനാണ് താല്പര്യം. നമ്മുടെ അയൽ വീട്ടിലുള്ള ആളുകളെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഭൗതിക ബന്ധനത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾക്ക് സാധാരണ അത്ര താല്പര്യം ഉണ്ടാകാറില്ല അല്ലെ. ഭാഗവതം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങി വീഴുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്താണ് കാരണം? ആ വാസുദേവ കഥാരുചി ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിവിടെ നിർദ്ദേശമുണ്ട്. എന്താണ് നിർദ്ദേശം? സ്യാൻമഹത് സേവയാ വിപ്ര. ഉത്തമരായിട്ടുള്ള ഭക്തന്മാരെ നമ്മൾ സേവിക്കണം. മഹത് സേവ. ഉത്തമരായിട്ടുള്ള ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള രുചി ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലെ. നാരദ മഹർഷിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയും മഹത്തുക്കളെ, ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ സേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അതാണ് ആ ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത്. സ്യാൻ മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണ. അതേപോലെ മറ്റൊരു മാർഗമാണ് പുണ്യതീർത്ഥ നിഷേവണ. എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിട്ടുള്ള വ്യക്തികളെ സേവിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഭക്തന്മാർ തന്നെയാണ്. ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ, പാപങ്ങളെല്ലാം ഇല്ലാതായവരെ സേവിക്കുന്നതിലൂടെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം ജനിക്കുമെന്നാണ് പറയുന്നത്. വാസുദേവ
കഥാരുചി. ആ വാസുദേവ കഥാരുചി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശൃണ്ണതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്ഥ ഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാ. അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യമുണ്ടായി. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശൃണ്ണതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. ആ ഭഗവാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പുണ്യശ്രവണൻ എന്ന് പറയുന്നത്. പുണ്യശ്രവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. പുണ്യശ്രവണ കീർത്തന. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൃദയന്തസ്ഥോഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാ. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ അഭദ്രങ്ങളും അനർത്ഥങ്ങളും കഴുകിക്കളയപ്പെടും എന്നാണ് പറയുന്നത്. വിധുനോതി അല്ലെ, നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ച് തുണി, കറ പിടിച്ച തുണി അലക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് വീണ്ടും കറയൊക്കെ പോയി ശുദ്ധമായിട്ട് മാറും. അതേപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ, അഭദ്രങ്ങൾ, അനർത്ഥങ്ങൾ അല്ലെ, കാമം, ലോഭം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ള ഒരുപാട് അനർത്ഥങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്, നമ്മുടെ സംതൃപ്തി ഇല്ലാതാക്കുന്നത് ഈ അനർത്ഥങ്ങളാണ്, അഭദ്രങ്ങളാണ്. അതിനെല്ലാം ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ, നമ്മൾ ചെവിയിലൂടെ ഭഗവാന്റെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹൃദയത്തിനെ ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. ഹൃദ്യന്തസ്ഥോഹി അഭദ്രാണി വിധുനോതി. അതിനെ, ആ ഹൃദയത്തിനെ കഴുകി വൃത്തിയാക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള കഥകൾ, ഭഗവാന്റെ ലീലകൾ നമ്മൾ ശ്രവിക്കുന്തോറും നമ്മുടെ ഹൃദയം കഴുകി വൃത്തിയാക്കപ്പെടും എന്നാണ് പറയുന്നത്. വിധുനോതി സുഹൃത് സദാ. സുഹൃത്ത്, നമ്മുടെ സുഹൃത്തായിട്ട് ഇരുന്നു കൊണ്ട്, ആരാണ് നമ്മുടെ സുഹൃത്ത്? ഭഗവാൻ തന്നെയാണ് നമ്മുടെ സുഹൃത്ത്. സദാ, ഭക്തന്മാരുടെ സുഹൃത്താണ് ഭഗവാൻ. ആ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളെയും കഴുകിക്കളയുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, എല്ലാവരുടെയും സുഹൃത്ത് ഭഗവാനാണ്. എങ്ങനെയാണ് സുഹൃത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളെയും കഴുകിക്കളയാൻ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ സഹായിക്കും. ഭഗവാനെ കുറിച്ച് കേട്ടാൽ മാത്രം മതി. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അബദ്ധങ്ങളും ഇല്ലാതാകും എന്ന് പറയുന്നു. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളൊക്കെ പോയി. അപ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. നഷ്ടപ്രായേഷു അഭദ്രേഷു, അങ്ങനെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളും നശിച്ചു പോയി കഴിഞ്ഞാൽ, അത് നഷ്ടപ്രായമായാൽ, ഭഗവാനെ കുറിച്ച് നിരന്തരം കേട്ടാലേ അത് നഷ്ടപ്രായമാവുകയുള്ളൂ. നിത്യം ഭാഗവത സേവയ, ഒരു ദിവസം കേട്ടു എന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയരുത്. നിത്യം ഭാഗവത സേവയ, ദിവസവും എല്ലായ്പ്പോഴും ഭാഗവതം നമ്മൾ കേൾക്കണം, നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കണം. എന്താണ് വായിച്ചത് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ക്ലാസ്സിന്റെ സമയത്ത് കേട്ടു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്, വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കണം, നിരന്തരം നമ്മൾ ശ്രവിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിത്യം ഭാഗവത സേവയാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം എന്ന അർത്ഥവുമുണ്ട്, എല്ലായ്പ്പോഴും എന്ന അർത്ഥവുമുണ്ട്. എല്ലാ സമയവും നിത്യവും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച്, ഭാഗവതത്തെ കുറിച്ച്, ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. അപ്പൊ ഭാഗവതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വ്യത്യസ്തരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച്, അവരുടെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾക്ക് നേരിട്ട് ഭഗവാന്റെ ലീലകൾ എല്ലായ്പ്പോഴും ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഓർത്താൽ പോലും അത് ഭഗവാനെ കുറിച്ചുള്ള സ്മരണയാണ്. കാരണം ഭാഗവതം മുഴുവൻ ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ആ സ്മരണ കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളും ഇല്ലാതാകും. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. ആ അഭദ്രങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി നമ്മളിൽ എന്തുണ്ടാകും എന്നാണ് പറയുന്നത്?
ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. ഉത്തമശ്ലോകൻ എന്ന് പറയുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരാണ് ഉത്തമശ്ലോകൻ. ഉത്തമശ്ലോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട്, ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. ഭഗവതി ഉത്തമശ്ലോകെ ഭക്തിർഭവതി നൈഷ്ഠികീം. ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നമ്മൾക്ക് ഭക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തി താനേ ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത്? ആ ഭക്തി ഉണ്ടാകുന്ന പ്രോസസ്സ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നിത്യം ഭാഗവത സേവയ, നിരന്തരമായിട്ട് നമ്മൾ ഭാഗവതം ശ്രവിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭക്തി ഉണ്ടാവുന്നുള്ളൂ. അല്ലെ? ഭാഗവതം വായിക്കാത്തവർക്ക് ഭക്തി ഉണ്ടാകാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗവതന്മാരിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഭാഗവതം നിരന്തരം ശ്രവിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭക്തിർഭവതി നൈഷ്ഠികം. എങ്ങനെയുള്ള ഭക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്? ഉറച്ച ഭക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നീട് പുറകോട്ട് പോകാത്ത ഭക്തി ഉണ്ടാകും. നൈഷ്ഠികമായിട്ടുള്ള ഭക്തി, ഉറച്ച ഭക്തി ഉണ്ടാകും. ലോലമായിട്ടുള്ള ഭക്തിയല്ല, ഉറച്ച ഭക്തി ഉണ്ടാകും എന്ന് പറയുന്നു. ദിവസവും ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ ഉറച്ച ഭക്തി, പിൻവലിക്കാനാവാത്ത ഭക്തി നമ്മൾക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ഭക്തിർഭവതി നൈഷ്ഠികീം. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ ചേത ഏതേർ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലുള്ള കാമലോഭങ്ങളെല്ലാം ഇല്ലാതാകും. കാമലോഭങ്ങൾ നമ്മളെ ബാധിക്കാതെയാകും എന്നാണ് പറയുന്നത്. കാമലോഭങ്ങൾ ഉണ്ടാകും. നമ്മൾ ഭൗതിക ലോകത്തിലായതുകൊണ്ട് മനസ്സിൽ ചിലപ്പോൾ കാമവും ലോഭവും ഒക്കെ ഉയർന്നു വരാം. എന്നാലും അത് നമ്മളെ ബാധിക്കാതിരിക്കും. അല്ലെ? വിഷപ്പല്ല് കൊഴിഞ്ഞ സർപ്പത്തെ പോലെയായിട്ട് മാറും എന്ന് പറയും. വിഷപ്പല്ലില്ലാത്ത സർപ്പത്തിന് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മളെ ഉപദ്രവിക്കാതെയാകും എന്ന് പറയുന്നു. തഥാ രജസ്തമോഭാവ കാമലോഭാദയശ്ചേ ചേത ഏതേർ അനാവിദ്ധം. ഇങ്ങനെ രജസ്തമോ ഗുണങ്ങളിൽ നിന്ന് കാമവും ലോഭവും ഉണ്ടായാൽ പോലും അതെന്ത് ചെയ്യുന്നില്ല? ചേത ഏതേർ അനാവിദ്ധം. അനാവിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. കാമവും ലോഭവും ഒന്നും ബാധിക്കാത്ത നിലവാരത്തിലേക്ക്, ശുദ്ധമായിട്ടുള്ള സാത്വികഗുണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് പറയും. അവിടെ നമ്മൾക്ക് ഉറച്ച ഒരു പ്രതിഷ്ഠ ലഭിക്കും. സാത്വികഗുണത്തിൽ ഉയർന്ന പ്രതിഷ്ഠ നമ്മൾക്ക് ലഭിക്കും ഭാഗവതം നിരന്തരം ശ്രവിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു. ചേത ഏതേർ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. സത്വഗുണത്തിൽ നമ്മൾക്ക് ഉറച്ചിരിക്കാൻ സാധിക്കും. പിന്നെ താഴോട്ട് വരേണ്ട ആവശ്യമില്ല. രജോ ഗുണത്തിലേക്കോ തമോ ഗുണത്തിലേക്കോ വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ രജോ ഗുണമോ തമോ ഗുണമോ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയും. സ്ഥിതം സത്വേ പ്രസീദതി. ആ സമയത്ത് നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ ആനന്ദം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകും എന്ന് പറയും. ഭഗവാനെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നതിന്റെ ഫലമാണ്, ദിവസവും ഭാഗവതം ശ്രവിക്കുന്നതിന്റെ ഫലമാണ്. അങ്ങനെ ആ പ്രസന്ന മനസ്സോടുകൂടി നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അങ്ങനെ നമ്മൾ ശുദ്ധസത്വത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ നിരന്തരം സന്തോഷത്തോടുകൂടി ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഭക്തി നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നു, സുസുഖം കർത്തുമവ്യം. വളരെ സുഖമായിട്ട് നമ്മൾക്ക് ഭക്തി ചെയ്യാം. അതേപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്താണ്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. സന്തോഷത്തോടുകൂടി പ്രേമത്തോടുകൂടി നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥ ഭക്തി നമ്മൾക്ക് സന്തോഷം നൽകുന്നതാണ്. ബുദ്ധിമുട്ടോടുകൂടി നമ്മൾ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും
പ്രേരണ കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല, കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല. സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്നത് ഭഗവാന് തൃപ്തിയാകുന്നതാണ്, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയും. അങ്ങനെ ആ പ്രസന്ന മനസ്സോടുകൂടി നമ്മൾ ഭക്തി ചെയ്താൽ, ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അങ്ങനെ ഭക്തി ചെയ്താൽ തന്നെ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഭഗവാൻ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങളൊക്കെ നമ്മൾക്ക് വെളിപ്പെട്ടു വരും എന്നാണ് പറയുന്നത്. നമ്മൾ പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള സത്യം നമ്മൾക്ക് വെളിപ്പെട്ടു വരും എന്ന് പറയുന്നു. അല്ല, അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത് എന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. അത ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയേ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യത. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങള് ബ്ലണ്ടാണ്, അന്ധമാണ്. അങ്ങനെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദിവ്യമായിട്ടുള്ള പരമപുരുഷനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പിന്നെന്താണ് വഴി? സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യത. നമ്മൾ ഭഗവാന് സന്തോഷപൂർവം സേവനം ചെയ്യുകയാണെങ്കിൽ സ്വയം ഭഗവാൻ നമ്മളിൽ സ്ഫുരിക്കും, സ്വയം ഭഗവാൻ നമ്മൾക്ക് വെളിപ്പെട്ടു തരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഭഗവാനെ മനസ്സിലാക്കാനുള്ള യഥാർത്ഥ വഴി. അല്ലാതെ നമ്മൾ തർക്കങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ ചെയ്തത് കൊണ്ടോ വേദങ്ങളിലെ ശ്ലോകങ്ങളെല്ലാം പഠിച്ചത് കൊണ്ടോ തപസ് ചെയ്തത് കൊണ്ടോ പോലും നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു. ഭഗവാനെ സേവനം കൊണ്ട് മാത്രം, ഭക്ത്യാമാം അഭിജാനാതി എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ആ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ സേവിക്കുന്നതാണ്. ഭഗവാനെ സേവിക്കുന്നതാണ് ഭക്തി, അല്ലെ? ഋഷികേശ സേവനം ഭക്തിരുച്യതേ എന്ന് പറയുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാൻ, ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഋഷികേശനായിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നതാണ് ഭക്തി. ആ സേവനത്തിലൂടെ നമ്മൾക്ക് ഭഗവത് തത്വങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടും എന്നാണ് പറയുന്നത്. സേവനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ സേവിക്കണമെന്ന് പറയുന്നു? നമ്മൾ സന്തോഷപൂർവം, ഭജതാം പ്രീതിപൂർവകം, സന്തോഷത്തോടുകൂടി, യാതൊരു മടിയുമില്ലാതെ, ഉത്സാഹത്തോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കണമെന്നാണ് പറയുന്നത്. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. മുക്തസംഗസ്യ ജായതേ, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾക്ക്, ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് നമ്മൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. ഇപ്പൊ ഒരു ഭക്തി ചെയ്യുന്ന വ്യക്തിക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തി ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ജ്ഞാനമുണ്ടാകും, വൈരാഗ്യമുണ്ടാകും, മുക്തി ലഭിക്കും, ഭഗവാനിൽ ഉറച്ച ഭക്തിയും ലഭിക്കും, അല്ലെ? മറ്റുള്ള മെത്തേഡുകളിലൊന്നും ഇത്രയും ഓഫർ ഇല്ല, അല്ലെ? ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ജ്ഞാനം മാത്രമാണ് ലഭിക്കുന്നത്, യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മുക്തി ലഭിക്കും. പക്ഷെ ഇവിടെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ലഭിക്കും? ജ്ഞാനവും ലഭിക്കും, വൈരാഗ്യവും ലഭിക്കും, മുക്തിയും ലഭിക്കും, ഭഗവാനിൽ ഉറച്ച ഭക്തിയും ലഭിക്കും, നമ്മുടെ മനസ്സ് സന്തുഷ്ടമാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു ഓഫറാണ് ഭക്തിയുത സേവനത്തിൽ നമ്മൾക്ക് കിട്ടുന്നത്. ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. അങ്ങനെ ആ ഭക്തിയിൽ പുരോഗമിക്കുന്തോറും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഗ്രന്ഥികളും, ഹൃദയത്തിലുള്ള കെട്ടുപാടുകളെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്, അല്ലെ? നമുക്കിവിടെ ഒരുപാട് കെട്ടുപാടുകളാണ്. അതാണ് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്നത്. ആ കെട്ടുപാടുകളെല്ലാം ഇല്ലാതായിട്ട് മാറും. വിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. മാത്രമല്ല, നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ്.
അല്ലെ? ഭഗവാന്റെ വ്യക്തിത്വത്തിനെ കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. ഇനി ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? ഭക്തി വന്നു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതായി തീരുമോ എന്നൊക്കെയാണ് നമ്മൾക്ക് സംശയം. അതുകൊണ്ട് നമ്മളെ ആളുകൾ ഉപദേശിക്കും, അധികം ഭക്തിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉപദേശിക്കുന്നത് കേൾക്കാം. ഭക്തിയൊക്കെ ആവാം, പക്ഷെ എന്താണ്, അധികം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കും. അവർക്ക് പേടിയാണ്, ഭക്തി ചെയ്തു കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു, എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് അവർക്ക് അറിയുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നു? നമ്മുടെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണ്. ആ ഭഗവാൻ നമ്മുടെ സുഹൃത്താണ്. ആ ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് യാതൊരു ദോഷവും വരുന്നില്ല. ആ ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും സേവിച്ചാൽ നമ്മൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അല്ലെ? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ എന്നവിടെ പറയുന്നുണ്ട്. കുറച്ച് ചെയ്താൽ തന്നെ നമ്മൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്താണ് ഭഗവാൻ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ എല്ലാവിധ സംശയങ്ങളും ഉത്കണ്ഠകളും ഒക്കെ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. വിദ്യതേ ഹൃദയഗ്രന്ഥി സിദ്ധ്യന്തേ സർവസംശയ ചെയ്യന്തേ ചാസ്യകർമാണി ദൃഷ്ട ഏവാത്മേശ്വരെ. അങ്ങനെ ഭക്തിയിൽ പുരോഗമിക്കും തോറും ചെയ്യന്തേ ചാസ്യകർമാണി, നമ്മുടെ ഈ കർമ്മത്തിന്റെ ചങ്ങല ഇല്ലാതായി തീരും എന്നാണ് പറയുന്നത്. കർമ്മത്തിന്റെ ചങ്ങല ഇല്ലാതാകും. കർമ്മത്തിന്റെ ചങ്ങല ഇല്ലാതായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. പുനരപി ജനനം പുനരപി മരണം. അപ്പൊ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മത്തിന്റെ ചങ്ങലയും ഇല്ലാതായിട്ട് മാറും. പിന്നെ നമ്മൾക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭഗവാൻ ഭഗവത്ഗീതയിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തിക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോർജുന. ഭഗവാനെ കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് എവിടുന്നാണ് മനസ്സിലാക്കുന്നത്? ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിക്വാ ദേഹം പുനർജന്മനേതി, ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തി, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം നേടിയ ഒരു വ്യക്തി ശരീരം വിട്ടുകഴിഞ്ഞാൽ പുനർജന്മനേതി. കാരണം എന്താണ്? കർമ്മത്തിന്റെ ചങ്ങലയൊക്കെ പൊട്ടിപ്പോയി. ക്ഷീയന്തേ ചാസ്യ കർമാണി, ആ വ്യക്തിയുടെ കർമ്മം ഒക്കെ തീർന്നു. ഇനി കർമ്മങ്ങളില്ല, ഭൗതികമായിട്ട് കർമ്മങ്ങളില്ല. പിന്നെ ആത്മീയമായിട്ടുള്ള കർമ്മമാണുള്ളത്, ഭഗവാന്റെ സേവനം മാത്രമാണുള്ളത്. ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരെ, ആ വ്യക്തിക്ക് ആരാണ് തന്റെ യജമാനൻ എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ആ വ്യക്തിക്ക് ഭഗവാനെ കാണാനും സാധിക്കും എന്ന് പറയും. ഭഗവാനെ കാണാൻ സാധിക്കും. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് തിയറി മാത്രമല്ല, നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്തി തരും ഭഗവാൻ. ഭഗവാനെ നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് യാതൊരു സംശയം, ഇത് ശരി തന്നെയാണോ? ഇതുവരെ ചെയ്തതൊക്കെ വേസ്റ്റായി പോയോ? ഞാൻ വെറുതെയാണോ നാമം ജപിക്കുന്നത്? ഇതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരുപാട് സംശയമുണ്ടാകും, അല്ലെ? ആ സംശയമൊക്കെ ഇല്ലാതാകും. ചിദ്യന്തേ സർവസംശയ, എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അങ്ങനെ കർമ്മങ്ങൾ ഇല്ലാതായി ഭഗവാനെ ദർശിച്ച് നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറയുന്നു. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനി. ഇത് ആദ്യമായിട്ട് നമ്മൾ മാത്രമല്ല ചെയ്യുന്നത്, അല്ലെ? സുധഗോസ്വാമി പറയുകയാണ്, ഇത് പണ്ട് മുതലേ എല്ലാ ജ്ഞാനികളും എല്ലാ കവികളും, കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സത്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് കവികൾ എന്ന് പറയുന്നത്. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദ. പണ്ടത്തെ കവികളൊക്കെ, പണ്ടത്തെ ആ ഗുരുപരമ്പരയിൽപ്പെട്ട എല്ലാ ആചാര്യന്മാരും സന്തോഷത്തോടുകൂടി ഭഗവാന് ഭക്തിയുത സേവനം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുന്നത്തെ ഭക്തന്മാർ. അതേപോലെ നമ്മളും പിന്തുടരണം എന്നാണ് പറയുന്നത്. വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനെ. പുരാതന കാലം മുതൽക്കേ ഭക്തന്മാർ ഭഗവാന്റെ സേവനം ചെയ്ത് സന്തോഷം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മാർഗമാണ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മാർഗമല്ല എന്ന് പറയും. പുരാതന കാലത്തെ ഉള്ള മാർഗമാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യം
വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാഗവേ അബ്രവീത് എന്ന് ഭഗവാൻ പറയും. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ, ആ പണ്ട് മുതലേയുള്ള മെത്തേഡാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇവിടെ സുതഗോസ്വാമിയും പറയുന്നത് അത് തന്നെയാണ്. പുരാതന കാലം മുതൽക്കേ എല്ലാ ഭക്തന്മാരും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാനെ സ്മരിക്കുക, സന്തോഷപൂർവ്വം ഭക്തി ചെയ്യുക. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതാക്കി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക. ഈ കാര്യം പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയും. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമത, അങ്ങനെ അവർക്ക് എല്ലാവിധ ആനന്ദവും ഈ ജീവിതത്തിൽ തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഭക്തിയിലെ പുരോഗതി. ഭക്തിയിലെ പുരോഗതിയെ കുറിച്ചാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ 22ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത്, മറ്റ് ദേവതമാരുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. യെസ്, അത് നമുക്ക് അടുത്ത ദിവസം നാളെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മുടെ 11ാമത്തെ ശ്ലോകം പ്രഭുജി ഒന്ന് പറയോ? അത് പറഞ്ഞില്ല പ്രഭുജി. 1, 2, 11. യെസ്, 11ാമത്തെ ശ്ലോകം എന്താണ് വായിച്ചോളൂ.